ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പാത്രമെല്ലാം കഴുകി തുടച്ചതിന് ശേഷം സുധീഷ് ചോദിക്കുന്നു, നിധി മതിയോ, ഇനി എടുത്തു വെച്ചാലോ? അപ്പൊ നിധി പറയണ, വേണ്ട, കുറച്ചേരം അവിടെ ഇരിക്കട്ടെ. രാവിലെ നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ പാത്രങ്ങളൊക്കെ കാണാൻ. അടുക്കളയൊക്കെ വൃത്തികേടായല്ലോ, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണേ സുധീഷ്. ഇത് കേട്ട് സുഭാഷും നികേഷും ചിരിക്കുമ്പോൾ സുധീഷ് പറയണ, എല്ലാം എന്റെ സമയം. തുടർന്ന് ഹരീഷിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, ഹായ് ഹരീഷ്. ഹരീഷ് എട്ടത്തിന്ന് വിളിക്കുമ്പോൾ അവിടേക്ക് വന്ന നികേഷ് ചോദിക്കുന്നു, എന്തുപറ്റി ഹരീഷ് ഏട്ടാ, നീതുവും ഹരീഷ് ഏട്ടനും തമ്മിൽ വഴക്കായോ? അതേടാന്ന് ഹരീഷ് പറയുമ്പോൾ നികേഷ് പറയണ, നിങ്ങൾ തമ്മിൽ പ്രണയിക്കുന്നതിനേക്കാളും കൂടുതൽ വഴക്കിടുന്ന ദിവസങ്ങളാ കൂടുതൽ. അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, എടാ സുധീഷ്, കിച്ചൺ മുഴുവൻ സാധനങ്ങൾ വാങ്ങി നിർത്തിയല്ലോ, ഒരുപാട് ചിലവാക്കിയോ? അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ, ഞാൻ കാശ് കൊടുക്കാന്ന് പറഞ്ഞതാ, നിധി സമ്മതിച്ചില്ല, നിധി തന്നെ എല്ലാം വാങ്ങിയത്. സുഭാഷ് ചോദിക്കുന്നു, നിധി വാങ്ങിച്ചോ? മോളെ, എന്തിനാ മോൾ ഇത്രയും ചിലവാക്കിയത്? ഇതിലൊക്കെ എന്താ സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ, നമ്മുടെ വീടിന് വേണ്ടിയല്ലേ ചിലവാക്കുന്നേ, ഞാൻ കൊടുക്കാന്ന് നിധി ആഗ്രഹിച്ചു പറഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ചു. സുഭാഷേട്ടാ, നിങ്ങൾ സംസാരിക്കുക, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോവുകയാണ്. ഇതിക്കിട്ട് ഹരീഷ് ചോദിക്കാണ്, സുധീഷേട്ടാ, ഏട്ടത്തിയെ കൊണ്ട് ചിലവാക്കിയത് ശരിയാണോ? നാണമില്ലാതെ ഏട്ടത്തിയെ കൊണ്ട് ചിലവാക്കിപ്പിച്ചതാണെന്നും പറയുന്നു. ഇതിലെന്ത് നാണക്കേടാടാന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, നമ്മുടെ വീടിന് വേണ്ടി ചിലവാക്കേണ്ടത് സുധീഷേട്ടനാ, ഏട്ടത്തെ എന്തിനാ ചിലവാക്കുന്നത്? ഇത് കേട്ട് സുധീഷ് പറയണ, എടാ, ഇത് അവളുടെ വീടും കൂടിയാ, അത് മറക്കണ്ട. അപ്പൊ ഹരീഷ് പറയണ, ആയിക്കോട്ടെ, പക്ഷെ ഏട്ടത്തിക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുത്ത് സുധീഷേട്ടൻ വേണം ഏട്ടത്തിയെ നോക്കാൻ. ഇപ്പതേ സുധീഷേട്ടൻ ഏട്ടത്തിയെ കൊണ്ട് ചിലവാക്കിപ്പിച്ചിരിക്കുന്നു. നാണമില്ലേ? കാശിന്റെ കാര്യം വരുമ്പോൾ സുധീഷേട്ടൻ ഇങ്ങനാണല്ലോ. അപ്പൊ സുധീഷ് പറയണ, എടാ ഹരീഷ്, നീ മിണ്ടാതിരിക്കെ, ആവശ്യമില്ലാതെ സംസാരിക്കരുത്. ആവശ്യമില്ലാതെ ഞാൻ എന്താ സംസാരിച്ചെന്ന് ഹരീഷ് പറയുമ്പോൾ നീ മിണ്ടാതിരിക്കടാന്ന് സുധീഷ് പറയുകയാണ്. സുഭാഷ് പറയുന്നു, നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ. നികേഷ് പറയണ, ഹരീഷേട്ടൻ വേറെ എവിടെ ഉള്ള ദേഷ്യം ഇവിടെ കാണിക്കുക, ബാ നമുക്ക് അകത്തേക്ക് പോകാം. കൂട്ടിട്ട് പോകുന്ന സുഭാഷ് പറയുമ്പോൾ കൈ തട്ടി മാറ്റിക്കൊണ്ട് ഹരീഷ് പറയണ, വിടടാ, ഞാൻ സത്യമല്ലേ പറഞ്ഞത്, നാണമില്ലാതെ ഏട്ടത്തിയെ കൊണ്ട് ചിലവാക്കിപ്പിച്ചതല്ലേ, ആരും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ സുധീഷേട്ടൻ വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്യും. ഇത് കേട്ട് സുധീഷ് പറയണ, നിധി നമ്മുടെ വീടിന് വേണ്ടി ചിലവാക്കിയപ്പോൾ എനിക്ക് സന്തോഷം തോന്നി, അവളും ഈ വീട്ടിലെ ഒരാളായി മാറിയല്ലോ എന്നോർത്ത്, അതുകൊണ്ടാ ചിലവാക്കിക്കോട്ടെ എന്ന് കരുതി ഞാൻ വിട്ടത്. ഇത് കേട്ട് ഹരീഷ് പറയണ, ഏട്ടത്തിന്നല്ല, ആര് ഈ വീടിന് വേണ്ടി ചിലവാക്കിയാലും സുധീഷേട്ടൻ സന്തോഷിക്കും, ആ കാശ് കൊടുക്കാതെ രക്ഷപ്പെടാൻ പറ്റുമല്ലോ, അത്രയ്ക്ക് നാണം കെട്ടവനാ നിങ്ങള്. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി എന്താടാ പറഞ്ഞെന്ന് ചോദിച്ച് ഹരീഷിനെ തല്ലുകയാണ് സുധീഷ്. ഹരീഷും സുധീഷിനെ തല്ലുന്നു. സുഭാഷും നികേഷും കൂടി അവരെ പിടിച്ചു മാറ്റാനേ ശ്രമിക്കുകയാണ്. സുഭാഷ് ഹരീഷിനെ പിടിച്ചു മാറ്റുമ്പോൾ സുധീഷേട്ട വേണ്ടാന്ന് പറഞ്ഞ് സുധീഷിനെ പിടിച്ചു മാറ്റുകയാണ് നികേഷ്. സുധീഷ് പറയണ, നീ ഒരു മെക്കാനിക് അല്ലേ, പറയുന്ന ഇടത്തൊന്നും ഒരു ധാരാള പ്രഭുവാണെന്ന്, കാശ് ചിലവാക്കാൻ ഒരു മടിയില്ലല്ലോ. അപ്പൊ ഹരീഷ് പറയണ, ഞാൻ കൊടുക്കും, ഞാന് മറ്റൊരാളെ കൊണ്ട് ഇങ്ങനെ ചിലവാക്കിപ്പിച്ച് നോക്കി നിൽക്കാറില്ല. സുധീഷേട്ടൻ അങ്ങനെയാണോ? സോപ്പും ജീപ്പും ഷാമ്പും എല്ലാം സുഭാഷേട്ടൻ വേണ്ടേ വാങ്ങിത്തരാൻ? അപ്പൊ സുധീഷ് ചോദിക്കണം, നീ കണ്ടായിരുന്നോ ഞാനത് വാങ്ങുന്നത്? കണ്ടു എന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് വീണ്ടും ഹരീഷിനെ തല്ലുകയാണ്. ഹരീഷും സുധീഷിനെ തല്ലുന്നു. അവർ അടിച്ചുകൊണ്ട് താഴേക്ക് വീഴുമ്പോൾ അവിടേക്ക് വന്ന നിധി പറയുന്നു, സുധീഷേ, ഹരീഷേ, ഒന്ന് നിർത്തുന്നുണ്ടോ? നിർത്താനല്ലേ പറഞ്ഞത്? സുഭാഷ് പറയുന്നു, എടാ നിധി വന്നടാ, നിർത്തടാ. ആര് പറയുന്നതും കേൾക്കാതെ അവർ അടി ഉണ്ടാക്കുകയാണ്. നിധി അവിടെ ഇരിക്കുന്ന വെള്ളം എടുത്ത് സുധീഷിന്റെയും ഹരീഷിന്റെയും ദേഹത്തേക്ക് ഒഴിക്കുകയാണ്. സുധീഷും ഹരീഷും ഞെട്ടി നിധിയെ നോക്കുമ്പോൾ നിധി ചോദിക്കുന്നു, എന്താ നടക്കുന്നത് ഇവിടെ? ഞാൻ അങ്ങോട്ട് പോയി 2 മിനിറ്റ് പോലും ആയില്ല, അതിനു മുമ്പ് വഴക്കായോ? വീണ്ടും പഴയതുപോലെ തുടങ്ങിയോ? ഇതെല്ലാം കണ്ട് ഞാൻ മിണ്ടാതിരിക്കാം, അതേപോലെ വരാൻ പോകുന്ന പെണ്ണ് മിണ്ടാതിരിക്കോ? അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പെരുമാറിയാൽ നിങ്ങളെ കുറിച്ച് എന്തായിരിക്കും അവര് വിചാരിക്കുക? ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? എന്താണെങ്കിലും സംസാരിച്ച് തീർക്കരുതോ? ചെറിയ കുട്ടികളാണോ നിങ്ങള്? വഴക്കുണ്ടാക്കി തറയെ കൂടെ കടന്ന് ഉരുളാൻ. ഇനി ഈ വീട്ടില് വഴക്കുണ്ടാകരുത്, അങ്ങോട്ട് മാറി നിൽക്കെന്ന് പറഞ്ഞ് നിധി റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ്. സുഭാഷും നികേഷും ഹരീഷും സുധീഷും എല്ലാം വിഷമത്തോടു കൂടി നിൽക്കുന്നു. തുടർന്ന് നിധിയും നികേഷും ചായ കുടിച്ചുകൊണ്ട് ഹോളിലിരിക്കുമ്പോൾ കുറച്ചിപ്പുറത്തായിരുന്ന ചായ കുടിക്കുകയാണ് ഹരീഷ്. സുധീഷ് അവിടേക്ക് വരുമ്പോൾ നിധി പറയുന്നു, ഇന്ന് സുഭാഷേട്ടന്റെ വിവാഹ നിശ്ചയമാണ്, രണ്ടുപേരുടെയും മുഖം ഇങ്ങനെ വെച്ചേക്കണ്ട. അപ്പൊ സുധീഷ് പറയുന്നു, നിധി ഞാൻ നോർമലാ. ഞാനും നോർമലാ ഏട്ടത്തിന്ന് ഹരീഷ് പറയുമ്പോൾ സുഭാഷ് പച്ചക്കറികളും വാങ്ങി അവിടേക്ക് വരികയാണ്. നികേഷ് പറയണ, ഇന്ന് നിശ്ചയമായിട്ട് സുഭാഷേട്ടൻ സാധനങ്ങൾ വാങ്ങാൻ പോയതാ. അപ്പൊ നിധി പറയണ, ജോലിയെല്ലാം സുഭാഷേട്ടനല്ലേ ചെയ്യുന്നത്, നിശ്ചയത്തിന്റെ ടെൻഷനും കാണും. അപ്പൊ സുധീഷ് പറയണ, നിധി എന്തിനാ ടെൻഷൻ? നിശ്ചയം അവിടെയല്ലേ നടക്കുന്നത്, നമ്മള് വണ്ടിയിൽ അങ്ങോട്ട് പോയാ പോരെ? അപ്പൊ നിധി പറയണ, എന്താണെങ്കിലും എല്ലാം നല്ല രീതിയിൽ നടക്കണമെന്നുള്ള ഒരു ടെൻഷൻ കാണില്ലേ? ഹരീഷ് ചോദിക്കുന്നു, നിശ്ചയത്തിന് ആരെങ്കിലും വിളിക്കണ്ടേ, നമ്മള് മാത്രം മതിയോ? അപ്പൊ സുധീഷ് പറയണ, അതൊന്നും വേണ്ട, അവരൊക്കെ വന്നാലും സുഭാഷ് എന്നെ അനുഗ്രഹിക്കാനൊന്നും പോകുന്നില്ലല്ലോ, ശപിക്കത്തേ ഉള്ളൂ, അതൊന്നും വേണ്ട. നികേഷ് പറയണ, ഹരീഷേട്ടാ അടുത്തെന്ന് പറഞ്ഞത് നീതുവിനെയാണോ? അപ്പൊ ഹരീഷ് പറയുന്നു, അവള് വരുന്നെന്നാ പറഞ്ഞത്, ഞാൻ വരണ്ടെന്ന് പറഞ്ഞു. അവളെന്തിനാ വരുന്നത്? ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, നിങ്ങൾ തമ്മിൽ വഴക്കാണോ? അപ്പൊ നികേഷ് പറയണ, അതെ സുധീഷേട്ടാ, രണ്ടുപേരും തമ്മിൽ വഴക്കാ, ആ ദേഷ്യത്തില് ഇന്നലെ സുധീഷേട്ടനുമായി വഴക്കുണ്ടായത്. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, എടാ ഇതിനായിരുന്നോ ഒരു ബന്ധമില്ലാതെ എന്നോട് ദേഷ്യപ്പെട്ടത്? ഇത് കേട്ട് നിധി പറയണ, ആ ടോപ്പിക് ഇവിടെ നിർത്തുന്നുണ്ടോ പ്ലീസ്? നികേഷ് പറയണ, ഏട്ടത്തി, ഹരീഷേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ, സുഭാഷേട്ടന്റെ നിശ്ചയത്തിന് നമ്മൾ
5 പേര് മാത്രം പോയാൽ മതിയോ? അപ്പൊ നിധി പറയുന്നു നമ്മൾ 5 അല്ലടാ 6 പേരുണ്ട്, നിന്റെ അച്ഛനെ അങ്ങ് വിട്ടോ. ഇത് കേട്ട് നികേഷ് പറയണ ശരി 6 പേര്. സുധീഷ് ചോദിക്കുന്നു നിധി ഫംഗ്ഷന് നമ്മൾ എന്തെങ്കിലും എടുത്തോണ്ട് പോണോ? അപ്പൊ നിധി പറയണ എനിക്കറിയില്ല, പെണ്ണ് വീട്ടുകാരല്ലേ നിശ്ചയത്തിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിരിക്കുന്നത്, അപ്പൊ അവര് വേണ്ടി എല്ലാം ചെയ്യാൻ നമ്മൾ എന്തെടുത്തോണ്ട് പോകാനാ? നികേഷ് ചോദിക്കുന്നു എടുത്തി നിശ്ചയത്തിന് റിംഗ് ഒക്കെ ഇടത്തില്ലേ, അത് നമ്മൾ വാങ്ങണ്ടേ? ഇത് കേട്ട് നിധി പറയണ അത് ശരിയാണല്ലോ, റിംഗ് ഇടണ്ടേ? സുഭാഷ് ഏട്ടൻ ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഹരീഷ് പറയണ സുഭാഷ് ഏട്ടനല്ലേ എല്ലാം ശരിയാക്കിയത്, പെണ്ണ് കണ്ടതും നിശ്ചയം ഉറപ്പിച്ചതും കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്യുന്നതും എല്ലാം സുഭാഷ് ഏട്ടൻ തന്നെ റിംഗും വാങ്ങിക്കാണും. ഇത് കേട്ട് നിധി പറയണ സുഭാഷ് ഏട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. അങ്ങനെ സുഭാഷിനെ എവിടേക്ക് വിളിച്ച് നിധി ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ ഇന്ന് നമ്മള് നിശ്ചയത്തിന് മോതിരം ഇടണ്ടേ? മോതിരം ഒന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയണ അതെ, ചെറുക്കനും പെണ്ണും മോതിരം മാറ്റത്തില്ലേ? ഒന്ന് ബദരി സുഭാഷ് പറയുന്നു അത് അവര് തന്നെ വാങ്ങിക്കാന്ന് പറഞ്ഞു മോളെ. അപ്പൊ നിധി പറയണ അങ്ങനെയല്ല സുഭാഷ് ഏട്ടാ, പെണ്ണ് സുഭാഷ് ഏട്ടന്റെ കയ്യിൽ റിംഗ് അണിയിക്കുമ്പോൾ പെണ്ണിനുള്ളത് നമ്മൾ വേണ്ടേ വാങ്ങിച്ചോണ്ട് പോകാൻ? അപ്പൊ സുഭാഷ് പറയണ അങ്ങനെയാ, അത് ജയന്തിയുടെ അച്ഛൻ ബ്രോക്കറോട് പറഞ്ഞായിരുന്നു, നമ്മൾ 2 കുടുംബവും കൂടി ഒരുമിച്ച് പോയി മോതിരം വാങ്ങാൻ സമയമില്ല, അതുകൊണ്ട് അവര് തന്നെ വാങ്ങി വെക്കാന്ന് പറഞ്ഞു, നമ്മൾ അതിനു വേണ്ടിയുള്ള പണം കൊടുത്താൽ മാത്രം മതിയെന്ന് പറഞ്ഞു. ഇത് കേട്ട് എല്ലാവരും മുഖത്തോട് മുഖം നോക്കുമ്പോൾ ഞാൻ ഇപ്പൊ വരാം മോളെ എന്ന് പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് പോവുകയാണ്. സുധീഷ് ചോദിക്കുന്നു നിധി പണം മാത്രം കൊടുത്താൽ മതിയോ? ഹരീഷ് പറയണേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, 2 ഫാമിലിയും കൂടി ഒരുമിച്ച് പോയി മോതിരം വാങ്ങാൻ പോലും പെണ്ണു വീട്ടുകാർക്ക് സമയമില്ലേ? അങ്ങനെ ധൃതി പിടിച്ചെന്തിനാ നിശ്ചയം നടത്തുന്നേ? അപ്പൊ നികേഷ് പറയണേ എനിക്ക് ഈ കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ പേടി തോന്നുക. ഇത് കേട്ട് സുധീഷ് ചോദിക്കാണ് നിനക്കെന്തിനാ പേടി, നീ എന്താണെങ്കിലും കോളേജിൽ പോകാനല്ലേ പോകുന്നത്? അപ്പൊ നികേഷ് പറയണ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല സുധീഷ് ഏട്ടാ, ഏട്ടത്തി വന്നപ്പോൾ നമ്മുടെ വീട്ടിലൊരു സന്തോഷം ഉണ്ടായിരുന്നു, പുതിയതായിട്ട് വരുന്ന പെണ്ണ് കാരണം ആ സന്തോഷം ഇല്ലാതാകുമെന്നൊരു ഭയം, അതുകൊണ്ടാ പറഞ്ഞത്. അപ്പൊ നിധി പറയണ അങ്ങനെയൊന്നും നടക്കില്ല നികേഷ്, സുഭാഷ് ഏട്ടന് ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ നല്ല വിശ്വാസമുണ്ട്, സുഭാഷ് ഏട്ടനെ നമുക്ക് വിശ്വസിക്കാം, സുഭാഷ് ഏട്ടന് നല്ലതേ നടക്കുമെന്ന് വിശ്വസിക്കാം. സുധീഷ് ചോദിക്കുന്നു നിധി നിശ്ചയത്തിന് നമ്മൾ 6 പേര് പോകാനുള്ള കാറ് മതിയല്ലോ? ഒന്ന് ആലോചിച്ച് നിധി ചോദിക്കുന്നു നിങ്ങളുടെ വലിയച്ഛനെ കൂടി വിളിക്കൂ? അയാളെ എന്തിനാ വിളിക്കുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് അവിടേക്ക് വരികയാണ്. ഹരീഷ് പറയുന്നു അതെ ഏട്ടത്തി, എന്തിനാ അവരെയൊക്കെ വിളിക്കുന്നത്? അവര് വന്നാൽ ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ സംസാരിക്കും. അപ്പൊ നികേഷ് പറയണ അത് മാത്രമല്ല ഏട്ടത്തി, അവര് വരില്ല, നമ്മൾ ചെന്ന് വിളിച്ചാലും മോശമായിട്ട് സംസാരിക്കും. ഈ സമയം ഭാസ്കരൻ അവിടേക്ക് വരികയാണ്. സുഭാഷ് പറയുന്നു അച്ഛാ ഇന്ന് വിവാഹ നിശ്ചയമാ, എവിടെയും പോകാതെ വീട്ടിൽ തന്നെ ഉണ്ടാകണം. ഭാസ്കരൻ ചോദിക്കുന്നു എടാ ഞാൻ അത്രയും പറഞ്ഞിട്ടും നീ ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ പോവുകയാണോ? വിധി എന്ത് ചെയ്യാനാ, നിന്റെ തലയിൽ എഴുതിയിരിക്കുന്നത് ഇതാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? സുഭാഷ് പറയുന്നു അച്ഛൻ പോകാൻ റെഡിയാകണം. അപ്പം ഭാസ്കരൻ ചോദിക്കണം ഞാൻ എന്തിനാ വരുന്നത്? അച്ഛൻ വരാതെ എങ്ങനെയാണെന്ന് നിധി ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് ഇപ്പൊ മോക്ക് എന്താ വേണ്ടത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകണം, നിശ്ചയത്തിന് പോകാൻ നിങ്ങളുടെ കൂടെ വരണം. വരാം. നിധി ചോദിക്കുന്നു അച്ഛാ വലിയച്ഛനെ കൂടി വിളിച്ചാലോ? ഇത് കേട്ട് ഭാസ്കരൻ പറയണ അവനെ എന്തിനാ വിളിക്കുന്നത്? എനിക്ക് അറിയാത്തത് കൊണ്ട് ചോദിക്കുക, ഞങ്ങളെ എല്ലാവരെയും ഒന്നിപ്പിക്കലാണോ നിന്റെ ജോലി? ഇത് കേട്ട് സുധീഷ് ചോദിക്കണ നിങ്ങൾ എന്തിനാ നിധിയോട് ദേഷ്യപ്പെടുന്നത്? അപ്പൊ നിധി പറയണ സുധീഷെ ഒന്ന് മിണ്ടാതിരിക്കുക, അച്ഛൻ എന്നോട് ദേഷ്യപ്പെട്ടതല്ല അച്ഛാ, നമ്മൾ ഫാമിലി ആയിട്ട് പോയാൽ നന്നായിരുന്നേനെ, അതുകൊണ്ടാ പറയുന്നത്. അപ്പൊ ഭാസ്കരൻ പറയണ മോളെ ഞാൻ തന്നെ വരണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുക, എന്നിട്ട് എന്റെ ചേട്ടനെ കൂടി വിളിക്കണോ? അവരെ ഒന്നും വിളിക്കണ്ടെന്ന് പറഞ്ഞ് ഭാസ്കരൻ പുറത്തേക്ക് പോവുകയാണ്. നിധി പറയണ വലിയച്ഛനും കൂടി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്ന് തോന്നി, തറവാട്ടമ്പലം എവിടെയാണെന്ന് വലിയച്ഛനല്ലേ നമ്മളോട് പറഞ്ഞത്, സുഭാഷ് എന്നെ കാണാനില്ലെന്നറിഞ്ഞപ്പോൾ അവര് വന്ന് അന്വേഷിച്ചതോ, അവര് നമ്മളോട് അടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മളും ചില സ്റ്റെപ്പുകൾ അങ്ങോട്ട് വെക്കണ്ടേ? നമ്മൾ എല്ലാവരും കൂടി ഒരു ഫാമിലി ആയിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് ചെന്നാൽ നന്നായിരിക്കില്ലേ? അപ്പൊ സുധീഷ് പറയണ നിധി പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ വിളിച്ചാൽ അവര് വരണ്ടേ? ആവശ്യമില്ലാതെ 1000 കാര്യങ്ങൾ പറയും. ഇത് കേട്ട് നിധി പറയണ ഞാൻ പോയി വിളിക്കാം, ഞാൻ ചെന്ന് വിളിച്ചാൽ എന്നെ അവരൊന്നും പറയില്ല. ഇത് കേട്ട് സുഭാഷ് പറയണ മോളെ നിധി നീ പോണ്ട, ഞാൻ തന്നെ പോയി വിളിക്കാം, മോളെ അവര് വഴക്ക് പറഞ്ഞാൽ എനിക്ക് വിഷമാകും. അപ്പൊ നിധി പറയാണ് വേണ്ട സുഭാഷ് ഇടാ ഞാൻ പോകാം, എന്നെ ഒരു വഴക്കൊന്നും പറയില്ല. അപ്പൊ സുഭാഷ് പറയണ അത് ശരിയാകില്ല മോളെ, ഞാൻ തന്നെ പോയി വിളിക്കാം. ഇത് കേട്ട് നികേഷ് പറയുന്നു ഏട്ടത്തി സുഭാഷ് ഏട്ടൻ പോട്ടെ, സുഭാഷ് ഏട്ടനോട് മാത്രം അവർക്ക് കുറച്ച് സ്നേഹം. ഇത് കേട്ട് നിധി പറയുന്നു ശരി സുഭാഷ് ഏട്ടൻ തന്നെ പോയി വിളിക്കുക, അവരും കൂടി വന്നാൽ നമുക്ക് ആളുകളുണ്ടെന്ന് പെണ്ണു വീട്ടുകാർ മനസ്സിലാകുമല്ലോ. ശരി മോളെ ഞാൻ ഇപ്പൊ തന്നെ പോയി വിളിക്കാന്ന് പറഞ്ഞാൽ സുഭാഷ് അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് പറയണ സുഭാഷിനെ കണ്ടാൽ ഇന്ന് വിവാഹ നിശ്ചയം നടക്കുന്നതിന്റെ ഒരു സന്തോഷം ഇല്ലല്ലോ. അപ്പൊ നിധി പറയണ വലിയച്ഛനോട് എങ്ങനെ സംസാരിക്കണമെന്ന് ആലോചിച്ച് പോവുകയാണെന്ന് തോന്നുന്നു, അതിന്റെ ടെൻഷനാ. തുടർന്ന് ജയന്തിക്കും ഗംഗാധരനും ചായ കൊണ്ട് കൊടുക്കുകയാണ് ലളിത. ജയന്തി ചോദിക്കുന്നു അമ്മേ ഷുഗർ എക്സ്ട്രാ ഇട്ടിട്ടില്ലേ? പുഞ്ചിരിച്ച് ലളിത പറയുന്നു ഇട്ടിട്ടുണ്ടടി കുടിക്ക്. ഗംഗാധരൻ ചോദിക്കുന്നു നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതിനാ നിന്റെ അമ്മായിയച്ഛനും അമ്മായിയമ്മയും നിന്നോട് ദേഷ്യപ്പെടില്ലേ? പറഞ്ഞിട്ടല്ലേ വന്നത്? അപ്പൊ സുനന്ദ പറയണ മാമ ഞാൻ പറഞ്ഞിട്ടാ വന്നേ, അവരെല്ലാവരും നല്ല ആൾക്കാർ, അശ്വിനെ എങ്ങനെയാണോ അവര് നോക്കുന്നത് അതേപോലെ തന്നെ എന്നെ നോക്കുന്നത്, സന്തോഷമായിട്ട് പോയിട്ട് വന്ന് പറഞ്ഞ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് കേട്ടില്ലേ ലളിതയെന്ന് ഗംഗാധരൻ പറയുമ്പോൾ ലളിത പറയാണ് അതെ ഞാനും ശ്രദ്ധിച്ചായിരുന്നു, അശ്വിന്റെ അമ്മ നല്ല സ്നേഹത്തോടു കൂടി ഇവളോട് പെരുമാറുന്നത്, സ്വന്തം മോളെ പോലെ കാണുന്നത്. ഇങ്ങനെ ഒരു ബന്ധം കിട്ടാൻ നമ്മൾ ഭാഗ്യം ചെയ്യണം, ഇതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ ആ സുഭാഷിന്റെ പിന്നാലെ പോകാൻ നോക്കിയത്. ഇത് കേട്ട് ഗംഗാധരൻ പറയണ ലളിതേ നീ അത് വിട്, അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ, ഇപ്പോഴും അതെന്തിനാ സംസാരിക്കുന്നത്? ഈ സമയം വലിയച്ചാന്ന് വിളിച്ച് അവിടേക്ക് വരികയാണ് സുഭാഷ്. സന്തോഷത്തോടു കൂടി സുഭാഷിന്റെ അരികിലേക്ക് ചെന്ന് സുനന്ദ പറയുന്നു സുഭാഷ് ചേട്ടാ അകത്തേക്ക് വാ. ലളിത ചോദിക്കുന്നു ചേട്ടാ അവന്റെ പേര് ഞാൻ ഉറക്കിയാണോ പറഞ്ഞേ? കറക്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നു.
അപ്പൊ ഗംഗാധരൻ പറയണ അത് വിട്, ഇവളോടി പോകുന്ന കണ്ടില്ലേ. സുനന്ദ പറയുന്നു അകത്തേക്ക് വാ സുഭാഷ് ഇട്ടാ. അവിടേക്ക് വന്ന ഗംഗാധരൻ ചോദിക്കുന്നു എന്താ സുഭാഷ് ഇങ്ങോട്ട് വന്നേ. പുറത്തിരുത്തി സംസാരിക്കുന്നത് ശരിയല്ലാന്ന് പറഞ്ഞ സുനന്ദ സുഭാഷിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ഗംഗാധരനും ലളിതയും പിന്നാലെ വരുന്നു. സുഭാഷ് പറയുന്നു വലിച്ച എന്റെ വിവാഹ നിശ്ചയമാണ് ഇന്ന്. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി സുനന്ദ ചോദിക്കുന്നു സത്യമാണ് സുഭാഷ് ഏട്ടാ, പെണ്ണ് എവിടെ ഉള്ളതാ, എന്താ നിശ്ചയം. അപ്പൊ സുഭാഷ് പറയണ ഇന്നാണ്, ഇന്ന് വൈകുന്നേരം. ഇന്നൊന്ന് സുനന്ദ ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ അതെ സുനന്ദ, നിങ്ങളെ എല്ലാവരെയും നിശ്ചയത്തിന് വിളിക്കാനാ ഞാൻ വന്നേ. ഇത് കേട്ട് ലളിത പറയണ കേട്ടില്ലേ, നിശ്ചയത്തിന് വിളിക്കാൻ വന്നാണെന്ന്. ഇതിനെല്ലാത്തിനും കാരണം ചേട്ടനാ. തറവാട്ടമ്പലത്തിലേക്കുള്ള അഡ്രസ് കൊടുത്തിട്ട് അതാ കാരണം. മനസ്സിൽ നമ്മളെല്ലാവരും ഒരു കുടുംബമായെന്നുള്ള ചിന്ത, ആ ധൈര്യത്തിലാ വന്ന് വിളിക്കുന്നേ. സുനന്ദ പറയുന്നു അമ്മേ, സുഭാഷ് ഏട്ടൻ നിശ്ചയത്തിന് വിളിക്കാൻ വന്നപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ. സുഭാഷ് ഏട്ടൻ ഇത് കാര്യമൊക്കെ ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്, ഉറപ്പായിട്ടും ഞാൻ നിശ്ചയത്തിന് വരും. സുനന്ദ നീ മിണ്ടാതിരിക്കുന്നുണ്ടോന്ന് ലളിത പറയുമ്പോൾ സുനന്ദ പറയണ അമ്മേ, ഇനി നിങ്ങൾക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഫോൺ വിളിച്ച് അശ്വിനോട് പോകട്ടെ എന്ന് ചോദിക്കും. അശ്വിൻ പോകാനും പറയും. ഞാൻ ഉറപ്പായിട്ടും നിശ്ചയത്തിന് പോകും. ഗംഗാധരൻ പറയണ ഇന്ന് നിശ്ചയം വെച്ചിട്ട് രാവിലെ വന്ന് വിളിക്കുന്നു, ഇത് ശരിയാണോ. അപ്പം സുഭാഷ് പറയണ വലിച്ച എല്ലാം പെട്ടെന്ന് തീരുമാനിച്ചതാ, 2 ദിവസം കൊണ്ടാ എല്ലാം തീരുമാനിച്ചത്. ബന്ധുക്കളെന്ന് പറയാൻ ഞങ്ങൾക്ക് വേറെ ആരുമില്ല, നിങ്ങൾ മാത്രമാ ഉള്ളത്. നിങ്ങൾ എല്ലാവരും വന്നിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ. അതൊന്നും ശരിയാകില്ല എന്ന് ഗംഗാധരൻ പറയുമ്പോൾ സുഭാഷ് പറയണ എങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ഇത് കേട്ട് ലളിതയും ഗംഗാധരനും ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ സുനന്ദ പറയുന്നു അമ്മേ മാമ സുഭാഷ് എന്നെ അനുഗ്രഹിക്കും. സുഭാഷ് ഗംഗാധരന്റെയും ലളിതയുടെയും കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുകയാണ്. അവർ സന്തോഷത്തോടു കൂടി സുഭാഷിനെ അനുഗ്രഹിക്കുന്നു. തുടർന്ന് ജയന്തിയുടെ വീടിന്റെ അടുക്കിലേക്ക് വന്ന് അവിടെയെല്ലാം ജയന്തിയെ കുറിച്ചും ആ വീടിനെ കുറിച്ചും അന്വേഷിക്കുകയാണ് സുധീഷ് ഹരീഷും. ആരും ജയന്തിയെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും നല്ലത് പറയുന്നില്ല. ജയന്തിയെ ചേട്ടന് വേണ്ടി വിവാഹം ആലോചിച്ചിരിക്കുകയാണെന്ന് സുധീഷ് പറയുമ്പോൾ ഒരാൾ പറയുകയാണ് ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞതാണല്ലോ. അപ്പൊ ഹരീഷ് പറയണ കല്യാണം കഴിഞ്ഞ ഡിവോഴ്സ് ആകാൻ പോവുകയാണെന്നാ പറയുന്നത്. അയാൾ പറയുന്നു അതറിയില്ല. ആ വീട്ടുകാരെങ്ങനെയുണ്ടെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ് ഈ നാട്ടിലുള്ള എല്ലാവരോടും വഴക്കടിച്ച് നടക്കുന്ന ഒരു കുടുംബ. ആ കുടുംബം ഈ ഏരിയ വിട്ടു പോയിരുന്നെങ്കിൽ എല്ലാവരും സമാധാനത്തോടു കൂടി കഴിഞ്ഞ. ജയന്തി ഈ ഏരിയ വഴക്കുണ്ടാക്കുന്നത് പോലെ കെട്ടിയവന്റെ വീട്ടിൽ പോയും വഴക്കുണ്ടാക്കി. അതായിരിക്കും ഇപ്പം ഡിവോഴ്സ് ആവാൻ പോകുന്നത്. അന്വേഷിക്കാൻ വന്നത് കാര്യമായി. എന്നോട് ചോദിച്ചാൽ ആ കുടുംബത്തിൽ പോയി പെടണ്ടെന്ന് ഞാൻ പറയും. ഒരു ചേച്ചി പറയുന്നു ആ വീട്ടിലെ സ്ത്രീകളും ശരിയല്ല, അവര് കാരണം എല്ലാവർക്കും പ്രശ്നം. ഹരീഷ് പറയണേ എന്താ ഇത്, ഈ വീടിനെ കുറിച്ച് ആരും നല്ലത് പറയുന്നില്ലല്ലോ. അപ്പൊ സുധീഷ് പറയണ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നമ്മുടെ വീടിനെ കുറിച്ചും അന്വേഷിച്ചാൽ ആരും നല്ലത് പറയാറില്ലല്ലോ, അതുപോലായിരിക്കും ഇതും. അങ്ങനെ ജയന്തിയുടെ വീടിന്റെ അടുത്തുള്ള വീട്ടിൽ അന്വേഷിക്കുകയാണ് ജയന്തിയെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും. അവർ ഇന്ന് വീട്ടിൽ നിശ്ചയം നടക്കാൻ പോകല്ലേ, നിങ്ങളെ വിളിച്ചില്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ആ സ്ത്രീ ചോദിക്കുന്നു നിശ്ചയമോ, ആ വീട്ടുകാരുമായി ഞങ്ങൾ പിണക്കത്തില്ല, അതുകൊണ്ട് നിശ്ചയത്തിന് വിളിക്കും, വന്ന് വിളിച്ചാലും ഞങ്ങൾ പോകില്ല. ശരി എന്ന് പറഞ്ഞ ടെൻഷനോടുകൂടി അവിടെ നിന്ന് പോവുകയാണ് സുധീഷും ഹരീഷും. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്